അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിലെ വിവാഹരംഗം പരിശോധിക്കുമ്പോൾ പലപ്പോഴും ആളുകൾക്കുള്ളൊരു പേടി, പെൺകുട്ടികളുണ്ടെങ്കിൽ ഇസ്ലാമിക വിവാഹരംഗങ്ങളിൽ വലിയ ചിലവാണ്, ആൺകുട്ടികളാണെങ്കിൽ വലിയ ചിലവൊന്നുമില്ല എന്നാണ്. തികച്ചും അബദ്ധധാരണയാണ്. ഇസ്ലാമിൽ സാമ്പത്തികമായ ബാധ്യത ഏറ്റവും കൂടുതൽ വരുന്നത് ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം സ്ത്രീക്കല്ല, പുരുഷനാണ്. കാരണം വിവാഹത്തിൻ്റെ മഹർ കൊടുക്കേണ്ടത്, അഥവാ വിവാഹത്തിൽ സമ്മാനമായി ഭാര്യയാകുന്ന സഹോദരിക്ക്, ഭാര്യയാകുന്ന സ്ത്രീക്ക് മഹറായി സ്വർണമാവട്ടെ, വിലപിടിപ്പുള്ള മൂല്യമുള്ള വസ്തുക്കളാവട്ടെ, അത് കൊടുക്കാൻ ബാധ്യതപ്പെട്ടത് പുരുഷനാണ്, സ്ത്രീയല്ല. നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ്. സ്ത്രീകൾ പുരുഷന് സ്വർണം അല്ലെങ്കിൽ വിലപിടിപ്പുള്ള മൂല്യമുള്ള സ്വത്ത് കൊടുക്കണം. അത് തെറ്റാണ്. മറിച്ച് ഇസ്ലാമിക നിയമപ്രകാരം പുരുഷനാണ് സ്ത്രീക്ക് മഹറായി വിലപിടിപ്പുള്ള മൂല്യമുള്ള വസ്തുക്കൾ കൊടുക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, സൂറ നിസാഇന്റെ 4-ാമത്തെ വചനം, ആത്തുൻ നിസാഅ സ്വദഖാതിഹിന്ന നിഹ്ല ഫഇൻ തിബ്ന ലക്കും അൻ ഷൈഇൻ മിൻഹു നഫ്സൻ ഫഖുലൂഹു ഹനിഅ മരിഅ. അതായത് നിങ്ങൾ സ്ത്രീകൾക്ക് മഹറുകൾ നൽകണം. അവർ അതിൽ നിന്ന് തൃപ്തിപ്പെട്ട് നിങ്ങൾക്ക് തരുന്ന പക്ഷം നിങ്ങൾക്കത് ഉപയോഗിക്കാം. അപ്പോൾ പുരുഷൻ സ്ത്രീക്ക് മഹർ കൊടുത്ത് വേണം വിവാഹം കഴിക്കാൻ. ആ മഹർ ഇത്ര വേണമെന്ന് പറയേണ്ടത് സ്ത്രീയാണ്. ഒരു സ്ത്രീ പറയണം എനിക്ക് ഇത്ര മഹർ വേണമെന്ന് പറഞ്ഞാൽ ആ മഹർ ഈ പുരുഷൻ കൊടുക്കണം. ആ മഹറിനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, വിവാഹരംഗത്ത് മീസാഖൻ അലീല, ബലിഷ്ഠമായൊരു കരാറാണ് നിക്കാഹ്. അതിന് ഉപോത്ബലകമായി ഉയർത്തി കാണിക്കുന്നത് മഹറാണ്. അപ്പോൾ മഹർ എന്നുള്ളത് ഇത്രയും പ്രധാനപ്പെട്ട വിഷയമാണ്. മഹറില്ലാതെ നിക്കാഹില്ല. മഹർ കൊടുക്കേണ്ടത് പുരുഷനാണ്. മഹർ ഇത്ര വേണമെന്ന് പറയാൻ സ്ത്രീക്ക് അവകാശമുണ്ട്. മഹറിൽ പരിധി നിശ്ചയിക്കാൻ പാടില്ല. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലെ സ്ത്രീധനം ഇസ്ലാമിക വിരുദ്ധമാണ്. ഇസ്ലാം സ്ത്രീധനം പഠിപ്പിച്ചിട്ടില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് റസൂലുള്ള സ്ത്രീധനം കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ വിവാഹം കഴിപ്പിച്ചപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്ത്രീധനം കൊടുത്തിട്ടില്ല. സഫിയ ബീബി റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചയച്ചപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്ത്രീധനം കൊടുത്തില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്ത്രീധന സമ്പ്രദായം ഇസ്ലാമിക ശരീഅത്തിൽ എവിടെയുമില്ല. നമ്മുടെ നാട്ടിൽ പല ആളുകളും കുൽസിതമായി കൂട്ടിച്ചേർത്ത കാര്യമാണ്. അപ്പോൾ ചോദിക്കും, മകളെ വെറുതെ കെട്ടിച്ചു വിടാൻ പറ്റുമോ? ആരെങ്കിലും പറഞ്ഞോ മകളെ വെറുതെ കെട്ടിച്ചു വിടണമെന്ന്? മകളെ വെറുതെ പറഞ്ഞേക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഒരു വാപ്പക്ക് അയാളുടെ കഴിവിൽപ്പെട്ട ഗിഫ്റ്റുകൾ, സമ്മാനങ്ങളൊക്കെ മകൾക്ക് കൊടുക്കാം. അതിലാരും വിലക്കുന്നില്ല. പക്ഷേ അതൊരു സ്ത്രീധനമായി മാറ്റുകയും ആ സ്ത്രീധനത്തെ കണക്ക് പറഞ്ഞ് മേടിക്കുകയും അതില്ലാത്ത പക്ഷം വിവാഹബന്ധം നടക്കാതെ വരികയും, നടന്നാൽ തന്നെ ആ സ്ത്രീധനത്തിൻ്റെ പേരിൽ കലാപങ്ങളും അടിയും ബഹളവും, അവസാനം സ്ത്രീധന പീഡനങ്ങൾ വരെ നടക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അത് ഇസ്ലാമിക വിരുദ്ധമാണ്. മഹർ കൊടുത്തു വേണം വിവാഹം കഴിക്കാൻ. ഇനി രണ്ടാമത്തെ ബാധ്യത വിവാഹ സൽക്കാരമാണ്. വിവാഹ സൽക്കാരത്തിനും പെണ്ണിൻ്റെ വീട്ടുകാർക്കാണ് നമ്മുടെ നാട്ടിൽ ബാധ്യതകൾ കൊടുക്കുന്നത്. പെണ്ണിൻ്റെ വീട്ടുകാരല്ല വിവാഹ സദ്യയും വിവാഹ സൽക്കാരങ്ങളും ഒരുക്കേണ്ടത്. പെണ്ണിൻ്റെ വീട്ടുകാർക്ക് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. നിർബന്ധമായും ഒരുക്കേണ്ടത് ഔലിം ബിഷാത്വിൻ, ഒരാടിന് അർത്തെങ്കിലും വലീമ നടത്തണം, വിവാഹ സൽക്കാരം നടത്തണമെന്ന കൽപ്പന പുരുഷനാണ് ബാധകമായിട്ടുള്ളത്. പെണ്ണിൻ്റെ വാപ്പക്കല്ല, പെണ്ണിനല്ല, വധുവിനല്ല, വധുവിൻ്റെ പിതാവിനോ സഹോദരനോ അല്ല. മറിച്ച് ആ കൽപ്പന പോകുന്നത് വരനായ വിവാഹം കഴിക്കുന്ന ചെറുപ്പക്കാരനാണ്. അപ്പോൾ വിവാഹ സദ്യ നടത്തേണ്ടത്, വലീമത്ത് നടത്തേണ്ടത് വിവാഹം കഴിക്കുന്ന പുരുഷൻ. മഹർ കൊടുക്കേണ്ടത്, അഥവാ സ്ത്രീധനം കൊടുക്കേണ്ടത് വിവാഹം കഴിക്കുന്ന പുരുഷൻ. അത് സ്ത്രീധനം എന്ന പേരിൽ പെണ്ണിൻ്റെ ഭാഗത്ത് നിന്ന് മേടിക്കൽ, അത് ഇസ്ലാമിക വിരുദ്ധമാണ്. വിവാഹ സൽക്കാരം എന്ന പേരിൽ പെണ്ണിൻ്റെ വാപ്പാനെ കൊണ്ട് ഭക്ഷണമുണ്ടാക്കിപ്പിക്കൽ ഇസ്ലാമിക വിരുദ്ധമാണ്. നേരെ മറിച്ച് വിവാഹ സദ്യ നടത്തേണ്ടത്, വലീമത്ത് നടത്തേണ്ടത് അത് പുരുഷനാണ്. അത് നിക്കാഹ് കഴിഞ്ഞാകണം. നിക്കാഹിൻ്റെ തലേ ദിവസം പറ്റില്ല, നിക്കാഹിൻ്റെ ഒരാഴ്ച മുമ്പ് പറ്റില്ല, നിക്കാഹ് കഴിഞ്ഞാവണം. അതേപോലെ തന്നെ മഹർ കൊടുക്കേണ്ടത്, അത് സ്ത്രീകൾ പറയുന്ന കണക്കിന് മഹർ കൊടുക്കേണ്ടത്, സ്ത്രീ ആവശ്യപ്പെടുന്ന വസ്തു മഹർ കൊടുക്കേണ്ടത് പുരുഷനാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാം പഠിപ്പിച്ച വിവാഹ രീതി ഇതാണ്. ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണോ നമ്മുടെ നാട്ടിലെ വിവാഹങ്ങൾ നടക്കുന്നത് എന്ന് നാം ഒന്ന് സ്വയം പരിശോധിക്കേണ്ടതുണ്ട്. ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.